ഭംഗിയൊക്കെ തലേ ഓർമ്മ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഡിസംബർ 26 കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം 2 മണിയായി ഉച്ചയ്ക്ക്. നമ്മളിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ ഓഡിയോ ക്വാളിറ്റി വ്യത്യാസമുണ്ട്. കാരണം നമ്മളിപ്പം ജസ്റ്റ് ആൾറെഡി നമ്മളിപ്പോൾ ഇന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പം ഇത് 3ാമത്തെ ഓർഡറാണ് കേട്ടോ. ഇപ്പോൾ റോസ് ബോൾ റെസ്റ്റോറൻറ്റിലോട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും നമ്മളിവിടെ ഒരു ഷോപ്പിൽ മോട്ടോർ ഹൗസിൽ കയറിയിട്ട് നമ്മുടെ പുതിയൊരു മൈക്ക് നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കുറേ നാളായിട്ട്. അപ്പോൾ നമ്മുടെ ഓഡിയോ ക്വാളിറ്റി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ നാളുണ്ട് മൈക്ക് സെറ്റപ്പ് ഒന്ന് റെഡിയാക്കണമെന്ന് വിചാരിക്കുക ഹെൽമെറ്റിനകത്ത്. അപ്പം നമ്മളിപ്പം പുതിയ മൈക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ നമ്മളെന്തായാലും നേരെ നമ്മുടെ 3rd ഓർഡർ ഉച്ചക്കലത്തെ പിക്ക് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ സമയം ഏകദേശം 2 മണി കേട്ടോ. നല്ല ചൂടാണ്. നല്ല ചൂടാണ് കേട്ടോ. നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് ഇറങ്ങിയത് കൊണ്ട് മാത്രം ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്. അല്ലെ കൈയൊക്കെ കറുത്തൊരു പരുവാകും കേട്ടോ. മാക്സിമം നമ്മളെ ഗ്ലൗസും ജാക്കറ്റൊക്കെ ഇടുന്നതാണ് ബെറ്റർ. ഷൂസ് ഇടാൻ പറ്റുമെങ്കിൽ ഷൂസ് ഇടണം, അല്ലെങ്കിൽ നമ്മുടെ കാല് ഫുൾ കറക്കും. കാരണം നല്ല വെയിലാണ്. ഇപ്പോൾ തന്നെ നല്ല ദാഹമായി തുടങ്ങി. കാരണം നല്ല ഡീഹൈഡ്രേഷൻ, അത്രയ്ക്ക് ചൂടുണ്ട്. ആ ആ $202. ഷോ, ഇവിടെ അടുത്ത് തന്നെ കേട്ടോ. വിജയ ഹോസ്പിറ്റലിലാണ് ഈ ഓർഡർ. ചേട്ടാ പൈസ തന്നില്ലായിരുന്നോ? ആ അഭിരാം 202. താങ്ക് യു. അടുത്തൊരു ഓർഡർ വന്നിട്ടുണ്ട്. ഹോട്ട് കേക്ക്സിൽ തന്നെ എഗ് ഫ്രൈഡ് റൈസും തലപ്പാക്കട്ടി ചിക്കൻ ബിരിയാണി. അല്ലേ, ചെറുതായിട്ടൊന്ന് വഴി തെറ്റി. ഇതിൻ്റെ അപ്പുറത്തായിരുന്നു നമുക്ക്. റോഡിന് അപ്പുറം സൈഡ് ഇപ്പുറം സൈഡുവാ. ഷോ, കുഴപ്പമില്ല. താങ്ക് യു. ഞാൻ കാണിച്ചു തരാം, നോക്കോ. ഇതാണ് കേട്ടോ ഡിസംബർ 25 ഡിസംബർ ടു 1 മെഗാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞു. ഇനി നമുക്ക് 50 ഓർഡറും കൂടെ ഡെലിവറി ഉണ്ട്. ഇന്നലെ അത് സ്റ്റാർട്ട് ചെയ്തത്. 50 ഓർഡറും കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ടാർജറ്റ് ഇട്ട് 3000 രൂപയാണ്. കാണിച്ചു തരാം. കണ്ടേ, 50 കാണിക്കുന്നത്. 90 ഓർഡർ ആകുമ്പോൾ 5600. 120 ഓർഡർ 1-ാം തീയതിക്കകത്ത് എടുത്തിന് 9800 നമുക്ക് ഇൻസെൻറ്റീവ് ആയിട്ട് കിട്ടും കേട്ടോ. അത് കൂടാതെ നമ്മൾ എടുക്കുന്ന ഓർഡർ ഏണിങ്സും ടിപ്പൊക്കെ ഉണ്ടാകും. ഏകദേശം 2:50 ആയിട്ടോ. നമ്മളിപ്പോൾ പിസ്സ ഹട്ടിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുക. നമുക്ക് അടുത്ത ഓർഡർ ഒന്നും ആയാലും ഇതുവരെ. പക്ഷേ ഹോപ്പ്ഫുള്ളി ഇപ്പോൾ ഓർഡർ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് കഴിക്കാനുള്ള ഫുഡൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. അപ്പോൾ ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് നമുക്ക് ഹോട്ട് കേക്സിൽ നിന്ന് വാങ്ങിക്കാം. എന്തായാലും നമുക്ക് ഓർഡർ ഇട്ടിവിടെ നിൽക്കാം. ചിലപ്പോൾ നമ്മുടെ ഓർഡർ നമുക്ക് തന്നെ കിട്ടും. അങ്ങനെയാണെങ്കിൽ എനിക്കത് എടുത്തുകൊണ്ടങ്ങ് വീട്ടിൽ പോകാമല്ലോ. നമുക്ക് എന്തായാലും നോക്കാം, ട്രൈ ചെയ്യാം. നമ്മളിന്ന് ഒരു 30 കിലോമീറ്റർ സംതിങ് ആട്ടോ ഇന്ന് വണ്ടി എടുത്തിട്ട് നമ്മളിന്ന് ഓടിയത്. നമ്മളെല്ലാ ദിവസവും വണ്ടി എടുക്കുമ്പോൾ അന്ന് ദിവസത്തെ ട്രിപ്പ് മൊത്തവും കാൽക്കുലേറ്റ് ചെയ്യും. നല്ല ഒരു ദിവസം എത്ര ഓടിയെന്ന് അറിയാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞാൽ നമ്മുടെ ഒരു അറിവിന് വേണ്ടിയിട്ട് ഞാൻ ഒരാഴ്ചത്തെ ട്രിപ്പും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 ട്രിപ്പുണ്ട്. 2 ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഇതാണല്ലോ ഞാൻ പറഞ്ഞ വഴി. അടിപൊളി ആ റൂട്ടാണ് കേട്ടോ. അതുകൊണ്ട് അവിടെ ഒരു കലുങ്കൊക്കെ കാണാം. ഈ തോന്നുന്നു ഇന്നാളെ ഞാൻ പോയി ഇവിടുന്ന് റൈറ്റാ.
തോന്നുന്നു കസ്റ്റമറിനെ ഒന്ന് വിളിച്ചു നോക്കാം. ഈ ലൊക്കേഷൻ എത്തി. ബാക്കിലോട്ടാ. മാപ്പ് അവിടെ കാണിച്ച കേട്ടോ, അമ്പലത്തിൻ്റെ ബോർഡിൻ്റെ ഫ്രണ്ട്. താങ്ക് യു. 3:20 നമ്മളിപ്പം നിൽക്കുന്ന കൊട്ടാരക്കര BSNL ഓഫീസിൻ്റെ ഭാഗത്ത്. റൈറ്റ് സൈഡിൽ കാണുന്ന BSNL ഓഫീസ് ഇപ്പോൾ ഉണ്ടോ എന്തോ. പിന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ഇലക്ട്രിസിറ്റി ഓഫീസ്, വൈദ്യുതി ഭവൻ കൊട്ടാരക്കര അല്ലേ. ഇവിടെ നമ്മളിപ്പം തൽക്കാലം നിൽക്കാം കേട്ടോ. ഇവിടെ കുറച്ച് തണലുള്ള ഒരു സ്ഥലം ഇവിടെ മാത്രമേ ഉള്ളൂ. എന്തായാലും നമ്മൾ ബുക്ക് ചെയ്ത ഓർഡർ നമുക്ക് കിട്ടിയില്ല കേട്ടോ. അത് ഉണ്ണി എന്ന് പറയുന്നൊരു ചേട്ടനാണ് കിട്ടിയത്. അപ്പോൾ പുള്ളി എന്തായാലും ഇതിലേ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പുള്ളിയെ ഒന്ന് വിളിക്കാം. ഇവിടെ നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ അതിലെൻ്റെ ആയി വരുന്ന ചേട്ടനാ. ഞാനാ അല്ല, ഞാൻ ഫുഡ് ഓർഡർ ചെയ്താ. ഇനിയിപ്പം എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടേ ഞാൻ ഇവിടെ നിൽക്കില്ലേ. ഇപ്പം വീട്ടിൽ വരെ പോകണ്ട. അങ്ങനെയില്ല, ഇപ്പം കസ്റ്റമറിൻ്റെ OTP വാങ്ങിച്ചാൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. ആ ഇല്ലില്ല, കുഴപ്പമൊന്നുമില്ല. ഞാൻ അങ്ങനെ ചില കസ്റ്റമേഴ്സ് അവിടെ വന്ന് വാങ്ങിക്കും. നമ്മൾ OTP വാങ്ങിച്ചാൽ കസ്റ്റമറിനല്ലേ OTP കൊടുക്കാൻ പറ്റൂ. വീട് അങ്ങ് അപ്പുറത്താ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചില കസ്റ്റമേഴ്സ് ഫുഡ് നമുക്കിപ്പം ഓർഡർ ചെയ്തിട്ട് റെസ്റ്റോറൻറ്റ് അടുത്ത് തന്നെ ചിലപ്പോൾ അവർ കാണാമല്ലേ, അവിടെ നിന്ന് കളക്ട് ചെയ്യും. അപ്പം കസ്റ്റമർ നമുക്കൊരു OTP തന്നാലേ നമുക്ക് എവിടെയെങ്കിലും ചെന്ന് നമുക്ക് തന്നെ ഫുഡ് എടുക്കാനൊന്നും പറ്റത്തൊന്നുമില്ല, അങ്ങനെ മാർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇന്നലെ ചേട്ടൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഒരു ഓർഡർ എടുത്ത് കസ്റ്റമറിൻ്റെ ലൊക്കേഷനിൽ നമ്മൾ അരമണിക്കൂർ കൂടുതൽ നമുക്ക് ടൈം പറഞ്ഞിട്ടുണ്ട്. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഓർഡർ ക്യാൻസൽ ആവും. അപ്പോൾ നമ്മൾ ആ ഫുഡ് തിരിച്ച് റെസ്റ്റോറൻറ്റിൽ കൊണ്ട് കൊടുക്കണം. അങ്ങനെ ആ ചേട്ടൻ ഇന്നലെ റെസ്റ്റോറൻറ്റിൽ കൊണ്ട് കൊടുത്ത്, അപ്പോൾ റെസ്റ്റോറൻറ്റിൽ OTP വാങ്ങിക്കണം. നമ്മൾ ഫുഡ് റെസ്റ്റോറൻറ്റിൽ എത്തിയെന്നുള്ളതിൻ്റെ. അപ്പോൾ ഇന്നലെ ആ ചേട്ടൻ അങ്ങനെ റെസ്റ്റോറൻറ്റിൽ എത്തിയൊരു OTP ചെന്നപ്പോൾ റെസ്റ്റോറൻറ്റ് OTP വരുന്നില്ല. അങ്ങനെ കസ്റ്റമർ കെയർ ചേട്ടൻ വിളിച്ചിട്ട് OTP വാങ്ങിച്ചു. പക്ഷേ ഇന്ന് രാവിലെ ആപ്ലിക്കേഷൻ ഓണാക്കി നോക്കിയപ്പോൾ നമ്മൾ ഫുഡ് കൊണ്ട് കൊടുത്തില്ല എന്ന് പറഞ്ഞ സംഭവം വന്നു. അപ്പോൾ ആ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ സത്യത്തിൽ ഇവിടെ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് എന്തോ ഫോൺ കോൾ കണ്ടില്ല. പക്ഷേ ഓർഡർ ക്യാൻസൽ ആക്കി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കൊണ്ട് കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വന്നപ്പോൾ ആ ചേട്ടനെ നമ്മളെ അത് അഫക്റ്റ് ചെയ്യും കേട്ടോ. നമ്മുടെ ചിലപ്പോൾ ഓർഡർ എമൗണ്ട് വലിയൊരു എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പിടിക്കും, അല്ലെങ്കിൽ നമ്മുടെ ID ബ്ലോക്ക് ചെയ്യും. അപ്പോൾ അവരുടെ ജോലി പോകുന്ന പ്രശ്നമാണ്. അത് നമ്മുടെ വരുമാനം നിൽക്കുന്ന പ്രശ്നമാണ്. പിന്നെ കുറേ പാടുപെട്ടാൽ അത് അങ്ങനെ റീആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ആ ചേട്ടനെ ഒന്ന് പേടിച്ചത്. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഫുഡ് കളക്ട് ചെയ്തപ്പം ഞാനും വിചാരിച്ചു. അതുകൊണ്ടാണ് ഇന്നലെ പുള്ളിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകണ്ട. അപ്പം ഇന്നും കൂടെ അങ്ങനെ എന്തായാലും വന്നു കഴിഞ്ഞാൽ ID ബ്ലോക്ക് ആവും. അപ്പോൾ അതാണ് സംഭവം. ലാർജ് ഓർഡർ അടിച്ചിട്ടുണ്ട് കേട്ടോ. പുതിയൊരു ജോബ് വന്നിട്ടുണ്ട്. 119 രൂപ, 20 മിനിറ്റ്, 20 കിലോമീറ്റർ. ഒരു ചായ കുടിക്കാന്ന് വിചാരിച്ചേ. ഇനിയിപ്പോൾ നമുക്ക് ഈ ഓർഡർ കഴിഞ്ഞിട്ട് ഹോട്ട് കേക്സിൻ്റെ അടുത്തൊരു ഷോപ്പുണ്ട്, നമുക്ക് അവിടുന്ന് ചായ കുടിച്ചിട്ട് പെട്ടെന്ന് വിടാം. എത്തിയല്ലോ. ലെഫ്റ്റ് സൈഡിൽ ഈ വീടാണെന്ന് തോന്നുന്നു. വിളിച്ചു നോക്കാം. കലയപുരത്തെത്തി നമ്മളിപ്പം. ആശിഷ് താങ്ക് യു. 67 10 rupees നമുക്ക് റിട്ടേൺ ബോണസ് ഉണ്ട് കേട്ടോ. കാരണം നമ്മൾ ഹോട്ട് കേക്ക്സ് എത്തിയതുകൊണ്ട് ആ കാണുന്നതാണ് കേട്ടോ ഹോട്ട് കേക്ക്സ് ഫ്രണ്ടിൽ. നമുക്കപ്പോൾ ഇവിടെ നിന്ന് ഒരു ചായ കുടിച്ചിട്ട് പോവാം, അല്ലെങ്കിൽ ശരിയാവത്തില്ല. കാരണം 20 കിലോമീറ്റർ ഈ ഓർഡർ കഴിഞ്ഞ് വരുമ്പോൾ എന്തായാലും 1 മണിക്ക് എടുക്കും. ഇപ്പോൾ സമയം ഏകദേശം 8:20. ഏകദേശം 9 മണി 9:10 ആകുമ്പോഴേ നമ്മൾ തിരിച്ചിനി എന്തായാലും എത്തത്തുള്ളൂ ഇവിടോട്ട്.
വലിയ ലോങ് ഓർഡറായിരുന്നു. ചുറ്റുമല ഒന്ന് ലെഫ്റ്റാണ് കാണിക്കുന്നത്. ഇവിടുന്ന് റൈറ്റ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഏകദേശം 8:50 9:10 ആകുമ്പോഴേ ഇനിയിപ്പോൾ അങ്ങ് എത്തും. കൊട്ടാരക്കരയെന്നാണ് കേട്ടോ, അതോ ലേറ്റായ ഇച്ചിരി. താങ്ക് യു. എത്ര ഉള്ളു എത്ര? ആ അയ്യോ 122 കേട്ടോ. നമ്മുടെ ഏണിങ്സ് 25 രൂപ റിട്ടേൺ ബോണസ് കിട്ടിയിട്ടുണ്ട്. ഡബിള. സംസം ലക്ഷ്മി. നമുക്ക് ഇവിടുന്ന് നമ്മുടെ അക്കോറത്തിട്ട് 2 ചെറിയ മീനെ വാങ്ങിക്കാം. കുറേ നാളായിട്ട് വിചാരിക്കണേ. എത്തുണ്ടോ നോക്കട്ടെ. ഇനിയിപ്പം ചേട്ടാ ഇതിന് എത്ര രൂപ? ചേട്ടാ അതൊരു പേരെടുക്കുക. ഹായ് ഹായ്, എന്നാ ഭംഗിയൊക്കെ. തലേ ഓറഞ്ചിരിക്കുന്നോളെ. ഇന്ന് ഇത്രേ ഉള്ളു. അതൊക്കെ തരാം. ഓക്കെ. ഡബിൾ ഓർഡറാണ് കേട്ടോ നമുക്കിപ്പോൾ വന്നേക്കുന്നത്. സംസമിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് ആദ്യത്തെ ഓർഡർ പിക്ക് ചെയ്യും. ഓർഡർ റെഡി ആയില്ലല്ലോ ദൈവമേ, ചോദിച്ചു നോക്കാം. ആ അത് തന്നെ അത് തന്നെ. ആ 3753 കളക്ട് ചെയ്ത്. ആദ്യത്തെ ഓർഡർ 4 മിനിറ്റ്. ഈ റൂട്ടിലോട്ടോ. ചേട്ടാ ഫുഡ് ഓർഡർ ചെയ്താ? സെക്കൻഡ് ഓർഡർ നമുക്ക് ഇവിടെ ആട്ടോ ഡെലിവറി ഉള്ള ഹോസ്പിറ്റലിലാണ്. അതാണ്ട് ആ ചേട്ടനാ ഒക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ് സ്വിഗ്ഗി ഉള്ളത്. ചേട്ടാ ഹാരിഷ്. താങ്ക് യു. ആ ഓർഡർ ഉണ്ടോ? ആ എനിക്ക് 20 രൂപ ഉണ്ടെങ്കിൽ 200 ആവും. ആ ആ ഞാനും സമയം ഇപ്പം ഇനിയിപ്പം 10-12 കേട്ടോ. പക്ഷേ ഒരു 20 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് 200 ഇൻസെൻറ്റീവ് കിട്ടിയാന്. ഇപ്പോൾ റോസ് ബോളിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ ഓർഡർ കിട്ടാൻ വഴിയില്ല. കാരണം അവിടെ ഒരു പെൻഡിങ് ഓർഡറൊന്നും ഇരിപ്പിയല്ല. അത് വിട്ടാലോ. പുറത്തോട്ട് പോയി നോക്കാം. ഈ സാധനം
അപ്പോൾ അതാണ് എന്തായാലും നമ്മുടെ ഇന്നത്തെ ദിവസത്തെ വീഡിയോ. നമുക്ക് എന്തായാലും വീട്ടിൽ വരെ ചെന്നിട്ട് ഞാൻ ഓഫ് ചെയ്യത്തുള്ളൂ കേട്ടോ. ഇതൊരു 10:30 വരെ ഞാൻ എന്തായാലും കൊണ്ടുപോകും. ഇപ്പം 10 വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും തീർച്ചയായിട്ടും ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ.